നീയുമായൊരു ജീവിതം അവൻ സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളുകളായി. ഇത്രയും നാൾ അവൻ ഇവിടെ തങ്ങിയതും നിന്നെ പ്രതീക്ഷിച്ച. നീയും ഞാനും മാത്രം അതറിയാതെ പോയി. സഞ്ജുവിനോട് ശ്രീകുട്ടിയോടും അവനത് പറഞ്ഞിരുന്നു. ഒരിക്കൽ ശ്രീകുട്ടി ഇവിടെ വന്ന് നിന്നോട് വിവാഹകാര്യം സംസാരിച്ച് പിണങ്ങിപ്പോയത് നീ ഓർക്കുന്നില്ലേ? സച്ചിയുടെ കാര്യം പറയാനാ അന്ന് അവള് വന്നത്. നീ അവൾക്ക് പിടികൊടുക്കാതെ വന്നപ്പോ സച്ചിയുടെ കാര്യം നിന്നോട് ശ്രീകുട്ടി പറഞ്ഞില്ല. നീ സച്ചിയെ വേണ്ടെന്ന് പറഞ്ഞ അവനതൊരു ഷോക്കാവുന്ന് ശ്രീകുട്ടിയും സഞ്ജുവും കരുതി. മോളെ, സച്ചിക്ക് പിന്നെ ഈ വീട്ടിൽ നിൽക്കാൻ കഴിയാതെയാവും. പെരുവണ്ണാപുരത്തേക്ക് നിങ്ങൾക്കൊപ്പം സച്ചിയെ അയച്ചത് അവന്റെ ഇഷ്ടം നിന്നോട് പറയാൻ വേണ്ടിയായിരുന്നു. അതവര് പ്ലാൻ ചെയ്തതാ മോളെ. കൂട്ടുകാരന് അടുത്തിടെ പഴകുമ്പോഴൊക്കെ ആ മനസ്സിൽ എന്താന്നറിയാതെ പോയതാ ഞാൻ ചെയ്ത തെറ്റ്. എനിക്കിത് ആദ്യമേ തോന്നിയിരുന്നെങ്കിൽ അത്രയും സ്വാതന്ത്ര്യം ഞാൻ കാണിക്കില്ലായിരുന്നു. ഒടുവിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. എനിക്കിത് ഈശ്വര നിശ്ചയമായിട്ടാ തോന്നുന്നത്. സച്ചി ഇവിടെ വരാനും നിന്നെ കാണാനും കഴിഞ്ഞത് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ വിധിക്കപ്പെട്ടവരായതുകൊണ്ടാ. ആരുമല്ലാത്ത മറ്റൊരു ചെറുപ്പക്കാരൻ നിനക്ക് വേണ്ടി മരിക്കാനും തയ്യാറായി. ഈശ്വരൻ നിനക്ക് വേണ്ടി കരുതി വെച്ച നിമിഷം ഇത്. എല്ലാം ദേവിയിൽ അർപ്പിച്ച് ജീവിക്കുന്ന നീ ഇതിനെയും ദേവി തന്ന വരദാനമായിട്ട് വേണം കരുതാൻ. നിന്റെ മനസ്സിലെ അവസാന തുള്ളി സങ്കടവും അലിഞ്ഞു പോകണമെങ്കിൽ ദേവിയുടെ മുന്നിൽ ചെന്ന് നീ താലിമാല അഴിച്ചെടുക്കണം. അത് വേണം മോളെ. മറ്റൊരാൾ കെട്ടിയ താലിയുമായി ഇനി നിനക്ക് സച്ചിയുടെ മുന്നിൽ പോകാൻ കഴിയില്ല. ഇപ്പൊ ഞാനത് ചെയ്യില്ലമ്മേ. ഞാനങ്ങനെ ചെയ്ത ഇതുവരെ ഞാൻ ഈ താലി അണിഞ്ഞതിന് ഒരു വിലയും ഇല്ലാതാവും. നിന്റെ എല്ലാ സങ്കടങ്ങളും മാറും. സച്ചി നിന്റെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോ നിറഞ്ഞ സന്തോഷത്തോടെ നീ അവന്റെ കൂടെ എന്നെ കാണാൻ വരുന്നൊരു ദിവസം ഉണ്ടാവും. വാലില് തീ പിടിച്ചവനെ പോലുള്ള നിന്റെ ഈ ഓട്ടം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്ത് ചെയ്യാം, നിനക്ക് ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു സ്ഥാനം തന്നുപോയി. ഒന്നും അറിയാനും കേൾക്കാനും പാടില്ലായിരുന്നു തന്നെയാ ഞാനിപ്പോ കരുതുന്നത്. മുത്തച്ഛനെയും ശ്രീദേവിയമ്മയും പോലെ അമ്മൂനെ ഞാൻ കണ്ടുപോയാനെ. നീ എന്തിനാ എന്നോടിത് പറഞ്ഞത്? എടാ, അമ്മൂനെ നീ കാണുന്നത് ഞാൻ താലി കെട്ടിയ പെണ്ണായിട്ടോ അതോ എന്റെ ഭാര്യയായിട്ടോ? പറയടാ. നീ മാത്രമേ ഈ പറഞ്ഞതിനെ രണ്ടർത്ഥത്തിൽ കാണുന്നുള്ളൂ.
പല ആപത്തുകളിൽ നിന്ന് നീ രക്ഷപ്പെടുന്നത് ദൈവാനുഗ്രഹം കൊണ്ടാണെങ്കിൽ അത് അമ്മു ചെയ്ത പൂജ കൊണ്ടാണെന്ന് വിശ്വസിക്കുന്നവനായി ഞാൻ. അമ്മു ആരെന്ന സത്യം നിന്റെ അമ്മയും തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ അമ്മുവിന്റെ പൂജ കൊണ്ടാണെന്ന് വിശ്വസിക്കാൻ ഒരു മടി കാണിക്കില്ലായിരുന്നു. അവൾ അവളുടെ ഭർത്താവിന് വേണ്ടി ലക്ഷ്മി പൂജ ചെയ്യുന്ന വിവരം ശ്രീദേവിയമ്മയ്ക്കും അറിയാം. എന്താണ് നീ ഉദ്ദേശിക്കുന്നത്? ആ, ഞാൻ ജീവനെ പോലെ സ്നേഹിക്കുന്ന സ്വാതിയെ വേണ്ടാന്ന് വെച്ച് അമ്മുവിനെ സ്വീകരിക്കണം എന്നാണോ? ആ എടാ, അങ്ങനെയല്ലടാ നീ വളച്ചേട്ടി പറഞ്ഞു വരുന്നത്. ഒരിക്കലുമല്ല. ഇനി ഞാൻ ആഗ്രഹിച്ചാൽ തന്നെ അമ്മു അതിനെ ആഗ്രഹിച്ചിട്ട് വേണ്ടേ? പിന്നെ എന്താണ് നിന്റെ പ്രശ്നം? ലക്ഷ്മിയുടെ കഴുത്തിൽ താലി കെട്ടിയത് നീയാണെന്നുള്ള സത്യം മറച്ചുവെച്ച് എങ്ങനെ ലക്ഷ്മിയുടെ സച്ചിയുടെയും വിവാഹം നടത്തും? ഇപ്പോ ലക്ഷ്മിയുടെ ആരുമല്ല സച്ചി, പക്ഷെ വിവാഹം കഴിഞ്ഞ അവൾ അവന്റെ ഭാര്യ. അപ്പോൾ ലക്ഷ്മിയുടെയും സച്ചിയുടെയും വിവാഹം നടക്കരുത്. അവനൊഴികെ മറ്റാരുമായിട്ടും അവളുടെ വിവാഹം നടത്താം. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. എടാ, ഞാനൊരു മണ്ടനാണെന്നാണോ നീ കരുതിയത്? ഇതൊന്നും ഓർക്കാതെ സ്വാതിയുടെ വാക്ക് കേട്ട് ചാടി പുറപ്പെട്ടൊന്നും അല്ലടാ ഞാൻ. നീ ഇത്രയും ടെൻഷനാവുന്ന നിലയ്ക്ക് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറയാം. ലക്ഷ്മിയുടെ വിവാഹം എന്തായിരുന്നു എന്നും അത് നടക്കാനുണ്ടായ സാഹചര്യവും സച്ചിക്കറിയാം. അവനറിയാത്തത് അവളെ അങ്ങനൊരു ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ആരാണെന്നാണ്. കല്യാണത്തിന് മുൻപ് ഞാൻ അവനോട് സത്യം പറയും. മറഞ്ഞിരിക്കുന്ന ആ കഥാപാത്രം ഞാനാണെന്ന് അറിഞ്ഞാൽ അവൻ ലക്ഷ്മിയെ വേണ്ടാന്ന് വെക്കൂ? എടാ, ലക്ഷ്മിയുടെ സാന്നിധ്യത്തിൽ തന്നെയാവും ഞാൻ അത് പറയുന്നത്. അവിടെ തീരും ഞാൻ നെഞ്ചിനുള്ളിൽ കൊണ്ടു നടക്കുന്ന ഭാരം. എല്ലാത്തിനൊരു പരിഹാരം ഉണ്ടാവുകയാണടാ. പിന്നെ ഒരു കാലത്തും സ്വാതി അത് അറിയാനും പോകുന്നില്ല. ഇനി എന്തെങ്കിലും സംശയം നിനക്കുണ്ടോ? എടാ, നീ കരുതുന്നുണ്ടോ ഇത് കേട്ടിട്ട് സച്ചി ലക്ഷ്മിയെ വേണ്ടാന്ന് വെക്കുമെന്ന്? അവളുടെ മനസ്സ് മാത്രം നിങ്ങളാരും അറിയുന്നില്ല. എന്താണ് നീ മിണ്ടാത്ത? എടാ സഞ്ജു, നിന്റെ കണക്കൂട്ടൽ ഒരിക്കലും പഴച്ചുപോയില്ല. അവനൊന്ന് ഞെട്ടുമെങ്കിലും പിന്നീട് സച്ചിക്ക് സന്തോഷം ഉണ്ടാക്കൂ. എക്സാക്ട്ലി. നമുക്ക് അവരുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണോടാ. എന്റെയും സ്വാതിയുടെയും കല്യാണത്തിന് മുൻപേ അത് നടന്നാൽ ഏറ്റവും കൂടുതൽ ആശ്വാസം എനിക്കായിരിക്കും. ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിപ്പോയില്ലേ, ആ താലി അഴിച്ചു മാറ്റി മറ്റൊരു താലി അവളുടെ കഴുത്തിൽ വീണാൽ പിന്നെ ഞാൻ സ്വതന്ത്രനായില്ലേ? നീ പറയുന്നത് ശരിയാ സഞ്ജു. എന്നിട്ട് വേണം സ്വാതിയുടെ കഴുത്തിൽ എന്റെ രണ്ടാമത്തെ താലി കെട്ട് നടക്കാൻ. അത് ആദ്യത്തെ പോലെ താലികെട്ട് നാടകമല്ല, ഞങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കാനുള്ള താലികെട്ട്. ഈശ്വര, എന്റെ മോന്റെ നാവിൽ നിന്ന് തന്നെ ഞാനത് കേട്ടു. ശ്രീകുട്ടിയുടെ കഴുത്തിൽ നാടകം പോലെ അവൻ മുമ്പ് താലി കെട്ടിയിട്ടുണ്ട്. ശാസ്ത്രികൾ പറഞ്ഞത് സത്യമായി. നിങ്ങളുടെ മകന്റെ വിവാഹം കഴിഞ്ഞിട്ട് ഇന്നേക്ക് 60 ദിവസം കഴിഞ്ഞിരിക്കുന്നു. അവൻ താലി കെട്ടിയ പെൺകുട്ടിയെ ഞാൻ കാണുമെന്ന് പറഞ്ഞതും സത്യമായി. എന്റെ കൺമുമ്പിൽ തന്നെ അവൾ ഉണ്ടായിരുന്നു. എന്റെ ദേവി, എങ്ങനെ അവൻ ശ്രീകുട്ടിയുടെ കഴുത്തിൽ വീണ്ടും താലി കെട്ടും? ദേവി, എന്തിനെന്നെ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു? മുത്തശ്ശി പറയാറുണ്ടായിരുന്നു ദേവിക്ക് ഇഷ്ടമുള്ളവരെ കുറെ പരീക്ഷിക്കുമെന്ന്. ഒരിക്കലും ദേവിയോടുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തരുതെന്ന്. ദേവിയുടെ ഓരോ പരീക്ഷണങ്ങളും ഏറ്റുവാങ്ങിയവളാഞ്ഞ് ഒരു പരിഭവം ഞാൻ പറഞ്ഞില്ല. ആരുടെ മുന്നിലേക്ക് വരരുതെന്ന് ഞാൻ ആഗ്രഹിച്ചോ അവിടെ ദേവി എന്നെ കൊണ്ട് എത്തിച്ചു. അദ്ദേഹത്തിന്റെ ജീവൻ ആപത്ത് വരാതിരിക്കാൻ ദേവി എന്നെ കൊണ്ട് പൂജ നടത്തിച്ചു. അദ്ദേഹം അറിയാതെ ഇവിടുന്ന് പോകാൻ ആഗ്രഹിച്ച എന്നെ ദേവിയായി അദ്ദേഹത്തിന്റെ കൺമുന്നിൽ കൊണ്ട് നിർത്തി കാണിച്ചു കൊടുത്തു. ആ പരീക്ഷണവും ഞാൻ ഏറ്റുവാങ്ങി വേദനിക്കുമ്പോഴും കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ അനുഭവിക്കുമ്പോഴും അത് ദേവി തന്നതാണെന്ന് വിശ്വസിച്ചു. ദേവിയുടെ നിശ്ചയം കൊണ്ട് എന്റെ കഴുത്തില് ഈ താലി വീണത്. ഒരു കാലത്തും ഈ താലി അഴിച്ചു മാറ്റരുതെന്ന് ദേവിയായി ശാസ്ത്രികളെ കൊണ്ട് പറയിച്ചു. ഞാൻ ആ കൽപ്പന ശിരസ വഹിക്കുകയാണ്.
ദേവിയുടെ തീരുമാനം അനുസരിക്കാൻ മാത്രമേ ലച്ചു ചെയ്തിട്ടുള്ളൂ. എന്നിട്ടിപ്പോ എന്റെ ഈ താലി മുന്നിൽ വെച്ചാണോ ദേവി എന്നെ പരീക്ഷിക്കുന്നത്? ഈ പരീക്ഷണം എനിക്ക് താങ്ങാൻ കഴിയുന്നതല്ല. ഈ പാവം പെണ്ണിനെ ഇങ്ങനെ ശ്വാസം മുട്ടിച്ചു കൊല്ലണോ ദേവി? ഉരിയാടാത്ത വിഗ്രഹങ്ങളോടെ ഞാൻ മിണ്ടുന്നെന്ന് അദ്ദേഹം പറഞ്ഞത് ദേവി കേട്ടില്ലേ? ദേവി കാണുന്നില്ലേ ലച്ചുന്റെ സങ്കടം? കൂട്ടുകാരനെ സ്വീകരിക്കാൻ ഒരിക്കലും ഞാൻ തയ്യാറാവില്ല. എന്റെ താലി ഞാൻ അയച്ചു മാറ്റുകയില്ല. എന്നെ ഈ മരണവേദനയിൽ നിന്ന് ദേവി കര കയറ്റി തരണേ. ദേവി കേൾക്കുന്നില്ലേ ഞാൻ ഈ നെഞ്ചുപൊട്ടി കരയുന്നത്? ദേവി കാണുന്നില്ലേ എന്റെ ഈ കണ്ണുനീര്? ആരോരുമില്ലാത്ത അനാഥയല്ലേ ഞാൻ? ദേവിക്ക് എന്നോട് തെല്ലെങ്കിലും കരുണയുണ്ടെങ്കിൽ ദേവി എനിക്ക് തന്ന ഈ താലി മരണം വരെ കഴുത്തിലണിയാൻ അനുവദിക്കണം. കൂട്ടുകാരനെ എന്നിൽ നിന്നും അകറ്റാൻ ദേവിയായി എന്തെങ്കിലും ചെയ്യണം. എന്റെ അമ്മയാ ദേവി. എന്റെ അമ്മയോടാ ഈ മോള് സങ്കടം പറയുന്നു. സത്യമാണോ വല്യേച്ചി? ആ, അമ്മയോട് സച്ചിയുടെയും അമ്മുവിന്റെ വിവാഹകാര്യം കാലയെ കൂട്ടി സംസാരിച്ചറിഞ്ഞിട്ട് ഞാൻ ഈ കാര്യം നിന്നോട് പറയുന്നത്. പിന്നെന്തിനു ഞാൻ ഉത്കണ്ഠപ്പെടണം? അമ്മുവിന്റെ മനസ്സ് മാറും മുമ്പ് കല്യാണം നടത്താനാണത്രേ ശ്രീകുട്ടിയും സഞ്ജുവും തിടുക്കം കൂട്ടുന്നത്. മനസ്സൊക്കെ മാറാൻ അവളെന്താ ക്ലിയോപാട്രയാ? വീട് പണിക്കൊക്കെ വന്ന പെണ്ണിന്റെ ഒരു യോഗം. ആര് വിചാരിച്ചാലും തലവര മാറില്ല കവിതേ. പിന്നെ അവക്ക് ദേവിയുടെ കടാക്ഷം ഉണ്ടെന്നൊക്കെ പറയുന്നത് ചിലപ്പോ സത്യമായിരിക്കും. അല്ലെങ്കിൽ സച്ചിയെപ്പോലൊരു പയ്യൻ അവളെ കണ്ട് മോഹിക്കൂ. എന്റെ പൊന്നു വല്യേച്ചി, ഇങ്ങനൊന്നും പറയരുത്. സച്ചി ഒരു പാവത്താനായിപ്പോയി. അവൾ ഈ വീട്ടിലുള്ളവരെല്ലാം വലയിലാക്കിയതേ അവളുടെ പാചകത്തിലാ. സച്ചിയും അതിൽ വീണു. പിന്നെ കാണാനൊന്നും തെറ്റു പറയില്ലല്ലോ. അവൾക്ക് അവനോട് കൊഞ്ചാനും കുഴയാനും ഇവിടെ ഉള്ളവര് തന്നെ സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു. അവള് പോന്ന കണ്ടില്ലേ? ഇങ്ങോട്ട് വരാൻ. പോട്ടെന്നേ. നിന്നെ വിളിച്ചത്. എന്റെ മോൾക്ക് പറ്റിപ്പോയ ഏറ്റവും വലിയ അബദ്ധം നിന്നെ കൂട്ടിക്കൊണ്ടു വന്നത്. നിനക്കിവിടെ കഴിയാൻ അനുവാദം തന്നത് എനിക്ക് പറ്റിപ്പോയ ഏറ്റവും വലിയ മണ്ടത്തരവും. ചേച്ചിയുടെ അമ്മ എത്ര ക്രൂരായിട്ട് പറഞ്ഞാലും എന്റെ മനസ്സ് വേദനിക്കില്ല. എങ്ങനെയുണ്ട് ഇവളുടെ മറുപടി? ഓ, ഇവളങ്ങ് സന്തോഷത്തിൽ ആറാടുകയല്ലേ. വലിയ വീട്ടിലെ പയ്യനെയല്ലേ നീ കറക്കിയെടുത്തത്? നിന്റെ സാമർഥ്യം ഞാൻ നേരത്തെ അറിഞ്ഞതാ. ഇവളെന്താ അത്രയ്ക്ക് മണ്ടിയാണോ? പിടിക്കണമെങ്കിൽ പുളിങ്കൊമ്പ് തന്നെ വേണമെന്ന് ആരെങ്കിലും ഇവൾക്ക് പറഞ്ഞു കൊടുക്കണോ? ചാഞ്ഞ കൊമ്പിൽ തന്നെ ഇവള് പിടിച്ചു. കവിത ചേച്ചി എന്ത് അനുഭവത്തിലാണ് ഈ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പുരുഷന്മാരെല്ലാം അത്രമാത്രം മണ്ടന്മാരും വിഡ്ഢികളുമാണോ? ഒരു പെണ്ണ് കറക്കിയെടുക്കാൻ ചെന്നാൽ വീണു പോകുന്നയാളാണോ കൂട്ടുകാരൻ? എങ്കിൽ നിങ്ങൾ ആ മനുഷ്യനെയാ പരിഹസിക്കുന്നെ. അയാൾക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, പുറത്തൊക്കെ പോയി പഠിച്ചയാളാണെന്നാ ചേച്ചി പറഞ്ഞത്. എന്നെപ്പോലത്തെ വലിയ പഠിപ്പില്ലാത്ത വീട്ടുപണിക്കാരി പെണ്ണ് കൈയും കണ്ണും കാണിച്ച മയങ്ങിപ്പോവോ? പിന്നെങ്ങനാടി അവൻ നിന്റെ വലയിൽ വീണത്? ആരെയും വീഴ്ത്താൻ ഞാൻ വല വീശിയിട്ടില്ല. ഒരു പുളിങ്കൊമ്പിലും പിടിക്കാനും ആഗ്രഹിച്ചിട്ടില്ല. നിങ്ങൾക്കും അത് നന്നായിട്ട് അറിയാം. പിന്നെ എന്നെ അതിന്റെ പേരിൽ വേദനിപ്പിച്ച സന്തോഷം കിട്ടുമെങ്കിൽ ഞാൻ അതിന് നിന്ന് തരാം. നിന്റെ ഈ അഹങ്കാരമൊന്നും അധിക നാൾ ഉണ്ടാവില്ല. സച്ചിയുടെ വീട്ടുകാരും നിന്നെ അംഗീകരിക്കാനും പോകുന്നില്ല. ഇതിന്റെ കൂട്ടത്തില് ഒരു താലിയും കൂടി നിനക്ക് കഴുത്തിലണിഞ്ഞ് നടക്കാം. അവനെ അവന്റെ പാട്ടിന് പോവും. എന്റെ കഴുത്തില് ഒരു താലിയെ എന്നും ഉണ്ടാവുള്ളൂ. കവിതേച്ചിക്ക് അതിലൊരു സംശയവും വേണ്ട.
താലി കെട്ടിയവൻ കളഞ്ഞിട്ട് പോയാലും മറിഞ്ഞിരുന്നാലും അയാളെ കെട്ടിയ താലി പവിത്രമായി അണിയാനുള്ള വിധി ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അതിലാരും അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. നീ എന്താടി മനസ്സിലാവാത്ത ഭാഷയിൽ സംസാരിക്കുന്നത്? മനസ്സിലാകേണ്ടവർക്ക് അത് മനസ്സിലായിട്ടുണ്ട്. എനിക്ക് വന്ന ഭാഗ്യം നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കല്യാണം മുടക്കി കാണിക്കാനാ നോക്കണ്ടേ. അവിടെ മിടുക്ക് കാണിക്കണ്ടേ. കണ്ടില്ലേ കണ്ടില്ലേ വല്യേച്ചി, വെല്ലു വിളിച്ചിരിക്കുക അവള്. സ്വയം മറന്ന് അവള് സംസാരിക്കുന്ന ഈ അഹങ്കാരം വെച്ച് പൊറപ്പിക്കണോ? ഇത് നമ്മൾ മുടക്കണം വല്യേച്ചി. ഞാൻ അയാളെ പറ്റി കേട്ടിട്ടുണ്ട്. എത്ര വലിയ പ്രോജക്റ്റ് ആണെങ്കിലും നമ്മളത് ഓക്കെ ആക്കണോ രാജുവേട്ടാ? ശരി, രാജുവേട്ടൻ അയാളെ ഓഫീസിലേക്ക് വരാൻ പറ. ശരി, ഗുഡ് നൈറ്റ്. അമ്മുവിന്റെ മൂഡ് എങ്ങനെയാ? അവളെ നമുക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അവളത് അംഗീകരിക്കും. സഞ്ജു അത് എനിക്ക് വിട്ടേക്ക്. അവൾക്ക് വേണ്ടി ജീവത്യാഗം ചെയ്യാൻ പോയ ഒരാള് കൺമുന്നിലുള്ളപ്പോ അവൾക്കത് കാണാതെ പോവാൻ പറ്റുമോ? ഇനി ഞാനൊരു കാര്യം ഗൗരവമായിട്ട് പറയാ. അമ്മുവിന്റെ കഴുത്തിൽ താലി കെട്ടിയ ആള് ഒരിക്കലും അവളെ തേടി വരില്ല. ഏതോ ക്ഷേത്രത്തിൽ വെച്ച് തിരക്കിട്ട് നടന്ന താലികെട്ട് നാടകമായതുകൊണ്ട് വിവാഹം രജിസ്റ്റർ ചെയ്തോന്ന് പോലും സംശയമുണ്ട്. സഞ്ജുവിന്റെ ഊഹം സത്യമാവാനാ സാധ്യത. അവളെ ഭാര്യയായി കണ്ട് ഒന്നിച്ച് ജീവിക്കുകയായിരുന്നില്ലല്ലോ അയാളുടെ ഉദ്ദേശം. കറക്റ്റ്. എന്തായാലും ഈ വിഷയം അവളോട് ചോദിച്ച് വീണ്ടും അതേപ്പറ്റി ചിന്തിക്കാൻ അമ്മുവിന് ഞാൻ അവസരം കൊടുക്കില്ല. വേണ്ട, അത് നീ വിട്ടേക്ക്. നമ്മളായിട്ട് അവൾക്കത് ഓർക്കാൻ ഒരു അവസരം കൊടുക്കണ്ട. ഞാൻ പറഞ്ഞു വന്നത് മറ്റൊരു കാര്യമാണ്. ഇനി അമ്മ പഴയ ഓർമ്മകളുടെ പേരിൽ പോലും ആരോ ഒരാൾ കെട്ടിയ താലി കഴുത്തിൽ അണിഞ്ഞ് നടക്കാൻ പാടില്ല. അവളെ കൊണ്ടത് നീ അഴിച്ചു വെപ്പിക്കണം. ആ താലി ഇനിയും അമ്മുവിന്റെ കഴുത്തിൽ കിടന്ന അത് സച്ചിയോട് ചെയ്യുന്ന ചതിയാണെന്ന് അവളെ പറഞ്ഞ് മനസ്സിലാക്കണം. അത് വേണ്ട. അതിന്റെ പേരിൽ നമ്മളായിട്ട് അവക്കൊരു വേദന സമ്മാനിക്കണ്ട. എടാ, അവളുടെ കഴുത്തിൽ ആ താലി കിടക്കുന്നത് ഒരു ബന്ധനം പോലെയാ. നീ അത് മനസ്സിലാക്ക്. എടാ, നമ്മൾ പറഞ്ഞിട്ട് അവൾ അഴിച്ചു വെക്കുന്നതല്ല. അവള് സ്വയം അറിഞ്ഞ് അഴിച്ചു മാറ്റുകയാണ് വേണ്ടത്. അതിനുള്ള സമയം അവക്ക് കൊടുക്കണം. എടാ, സമയം കൊടുക്കാനോ? നീ എന്ത് മണ്ടത്തരാ സച്ചി വിളിച്ച് പറയുന്നത്? എത്രയും പെട്ടെന്ന് നീ അവളുടെ കഴുത്തിൽ താലി കെട്ടാനല്ല നോക്കേണ്ടത്. അവളുടെ മനസ്സിന് മാറ്റം വരില്ലെന്ന് നമുക്ക് എന്ത് ഉറപ്പാടുള്ളത്? ആ പേടി സഞ്ജുവിന് വേണ്ട. അമ്മുവിന് ഇനി മറിച്ചൊരു ചിന്ത ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. അതിന് സച്ചിക്ക് ഞാൻ ഗ്യാരണ്ടി. അമ്മുവിന് ഇപ്പോഴും നല്ല ഷോക്കുണ്ട്. അത് മാറി വരാൻ കുറച്ച് സമയം കൊടുക്കണം. കുറച്ച് സമയം ഞാനൊന്ന് മാറി നിന്നാ ഒരു പ്രതീക്ഷ അറിയാതെ അവളുടെ മനസ്സിൽ വന്നു തുടങ്ങും. എന്തൊക്കെയാടാ നീ പറയുന്നത്? നീ മാറി നിൽക്കാനോ? ഇതൊരു ദൈവനിശ്ചയമായിട്ടാടാ എനിക്കിപ്പോ തോന്നുന്നേ. അല്പം മുമ്പ് മുംബൈയിൽ നിന്നും നരേന്ദ്ര ഷെട്ടിയുടെ ഒരു കോൾ ഉണ്ടായിരുന്നു. വിൽമാക്സ് ഗ്രൂപ്പിന്റെ MD നരേന്ദ്ര ഷെട്ടിയാണോ? ആ, അതേടാ. മൂന്നാറിൽ അവരുടെ ഒരു വലിയ പ്രോജക്റ്റുമായി അച്ഛൻ ഡിസ്കഷനിലായിരുന്നു. ഷെട്ടി എന്നെ നേരിൽ കാണാൻ ക്ഷണിച്ചിരിക്കുക. മൈ ഗോഡ്. അമ്മുവിന്റെ സമ്മതം കിട്ടിയ ഉടൻ ദൈവം കൊണ്ടുതന്ന ഭാഗ്യമായിട്ടാ ഞാനിതിനെ കാണുന്നേ. അത് സത്യ സച്ചി. ആ, അമ്മുവിന്റെ നാട്ടിൽ ഞാൻ പോയതല്ലേ. അവിടെ ഉള്ളവരൊക്കെ പറയുന്നത് അമ്മു ഭാഗ്യം തരുന്ന പെണ്ണാണെന്നാ. സച്ചി കേട്ടത് സത്യം തന്നെയാ. സിദ്ധിമുത്തി പറഞ്ഞത് എത്ര വാസ്തവം.